അപ്പോൾ വെൽക്കം ടു ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. ഞാനൊരു ഗോഷെ പെയിൻറ്റിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോഷെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹിമി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഗോഷയാണ്. ജെൽ പോലെയാണ് അതിൻ്റെ ലുക്ക്. ഞാൻ എന്നിട്ടത് സ്വാച്ച് ചെയ്തു പേപ്പറിൽ. ഓൾമോസ്റ്റ് 18 കളേഴ്സ് ഉണ്ട് ഇതിൽ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു അതാണ് ഇവിടെ കാണുന്നത്. ഓരോ പെയിൻറ്റും വെരി പിഗ്മെൻറ്റഡ് ആൻഡ് ഓൾസോ വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് പെയിൻറ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി ടു പെയിൻറ്റ് ഓൾസോ. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ. പക്ഷേ പിന്നെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ടു ഗെറ്റ് എ ഹാങ് ഓൺ വിത്ത് ദ പെയിൻറ്റിങ്. ആൻഡ് ഇതാണ് ഫുൾ പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പെയിൻറ്റിങ് എങ്ങനെയാണ് ആ ഒരു കളറൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് സ്വാച്ച് ചെയ്ത് നോക്കുകയാണ്. ബിക്കോസ് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഓരോ പെയിൻറ്റിൻ്റെയും എത്രത്തോളം പിഗ്മെൻറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം പിഗ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ എത്ര 2 കോട്ട് കൊടുത്താൽ. അപ്പം ആ ഒരു ആദ്യം ഞാൻ പെയിൻ്റ് ഇട്ടത് ഒരു മജന്ത പെയിൻ്റായിരുന്നു. അത് ഞാൻ ഒന്നും കൂടെ കോട്ട് ചെയ്തിട്ടപ്പോഴാണ് ശരിക്ക് അതിന് കളറ് കിട്ടിയത്. അപ്പം ചിലത് നമ്മൾ ഒന്ന് നല്ലോണം പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ അത് ചെയ്യേണ്ടി വരികയാണ്. ആൻഡ് ഇതാണ് എൻ്റെ സ്വാച്ചസ്. ഞാനത് ചെയ്തത് കാണിച്ചു തരികയാണ്. പിന്നെ ഞാനൊരു പെയിൻറ്റിങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതാണ് പിന്നെ കാണുന്നത്. ഇതൊരു പാലറ്റ് ഉണ്ട്, ഇതിൻ്റെ കൂടെ പാലറ്റ് വരുന്നതാണ്. ആ പാലറ്റിൽ ഞാൻ മുക്കിയിട്ടാണ് ഞാനത് ഷെയ്ഡൊക്കെ ഞാൻ ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് ആദ്യം ഞാൻ പച്ച കളറാണ് ഇട്ടത്, ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ടു ബിൽഡ് ഓൺ വിത്ത് ദി റോസ് പാർട്ട്, വിത്ത് ഇസ് ദ റെഡ് പാർട്ട്. ആൻഡ് ഐ ആഡഡ് ഓൺ. ഈ ഗോഷയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റിൻ്റെ മുകളിൽ പെയിൻറ്റഡ് ലൈക്ക് ഹൈലൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് എനിക്ക് തോന്നിയത്. വെൻ ഐ സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ഇസ് ദി ഹൈലൈറ്റ്സ് ദാറ്റ് യു ഡു ഫോർ ദ പെയിൻറ്റിങ്സ്. അപ്പോൾ ആ ഹൈലൈറ്റ് എനിക്ക് അത്യാവശ്യം എനിക്ക് ചെയ്ത് കിട്ടാൻ പറ്റി ശരിക്കും പറയാൻ വെച്ചാൽ. ആൻഡ് ഓൺ ദി സ്പോട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തത്. ലൈക്ക് ഐ ഡെൻറ്റ് ഈവൻ ഞാൻ പെൻസിലൊന്നും വരച്ചില്ല. ഐ ജസ്റ്റ് സോ ഒരു റെഫറൻസ് എനിക്ക് കിട്ടി നെറ്റിൽ നിന്ന്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ഡ്രോ. I started to paint. Directly I took the paint and I started painting it. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു ശരിക്കും പറയാന്ന് വെച്ചാൽ കുറേ നേരം പാച്ച് വർക്ക് പോലെ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അതിൻ്റെ ആ പെയിൻറ്റിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ബട്ട് അത്രയൊന്നും ഡീറ്റെയിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്താൽ മതി. അത് 2-3 ഷെയ്ഡ്സാണ് റെഡ് റോസിനൊക്കെ ആവശ്യം. പക്ഷേ എക്സ്ട്രാ ഷെയ്ഡ്സ് വരുമ്പോൾ അതിൻ്റെ ആ അപ്പീല് കിട്ടും. ശരിക്കും പറയാൻ വെച്ചാൽ ഏറ്റവും ഭംഗി നമ്മളെപ്പോഴും ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ദൂരെ വെച്ചാലാണ്. ആക്ച്വലി ഓൾ ദ പെയിൻറ്റിങ്സ് ആർ സപ്പോസ് ടു ബി വ്യൂഡ് ഫ്രം ബാക്ക്. ലൈക്ക് എത്രയോ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളത് കാണേണ്ടത്. ഒന്നും അടുത്ത് കണ്ടാൽ അതിൻ്റെ നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. സോ ഐ ഡിഡ് ദിസ് പെയിൻറ്റിങ് imagining. I didn't even imagine that how will it be looking from afar. But I started to draw and I started to paint. I started to add on things. Shades കൊണ്ടുവരാൻ തുടങ്ങി. ഡാർക്ക് ഷെയ്ഡ്സ് ബാക്കിലുള്ള ആ പച്ചക്കൊക്കെ ഡാർക്ക് ഷെയ്ഡ്സ് കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് ഐ ലിറ്ററലി ഞാൻ കൊണ്ടുവന്നു. ആൻഡ് ഇത് ശരിക്കും കുറച്ച് നേരം ഉണ്ടായി ശരിക്കും പറയാൻ വെച്ചാൽ. ഐ തിങ്ക് ഇറ്റ് ടുക്ക് me like 20 minutes or something like that to paint the whole thing. So I think this is like a very long process. അപ്പോൾ ഞാനിത് ഫുള്ള് ഇടാം എന്ന് വിചാരിച്ചു. And this is how I did the painting and I hope you like it. Until next time, thank you for joining me.